പ്രണവിനെ കൊണ്ടൊന്ന് മീശ പിടിപ്പിക്കാനായിട്ട് അവിടെ ആരും വിചാരിച്ചിട്ട് നടന്നില്ല. പക്ഷെ പ്രശാന്ത് ഏട്ടൻ എന്തോ ഒരു കാര്യം പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോ പുള്ളി അത് ഓക്കെ പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യം. കുറെ ടീം എൻ്റെ അടുത്ത് ചോദിച്ചു ആ സിറ്റുവേഷൻ ആ ടൈമിൽ എന്തോ ശരിക്കും അവൻ്റെ അടുത്ത് ഒന്ന് കെഞ്ചി പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഒന്ന് ചെയ്യുമോ മച്ചാൻ, നീ എൻ്റെ വില കളയരുത് എന്ന് പറഞ്ഞ അപ്പം ഒന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ അപ്പു ചെയ്തതാണ്. പക്ഷെ അത് വർക്കൗട്ടായി. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു നല്ലൊരു അതെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ടായിരുന്നു. കാരണം അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കമ്പനി ഉണ്ട്. എത്ര നാളായി നിങ്ങൾ അങ്ങനെ ഒരു പേഴ്സണലി അറിയാൻ തുടങ്ങി? ഹൃദയം മുതലാണ് കമ്പനി ആയത്. പിന്നെ വർഷത്തിൽ ഒരു തവണ വിളിക്കും, അവൻ്റെ പിറന്നാൾ ബർത്ത്ഡേ ടൈം വിളിക്കും. അപ്പോൾ ഫോൺ എടുക്കില്ല. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചൊരു മെസ്സേജ് വിളിക്കും. പിന്നെ അധികമായിട്ട് സംസാരിക്കാൻ പോലും, കാരണം കട്ട ഇംഗ്ലീഷാണ്. അതുകൊണ്ട് പിന്നെ അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എങ്ങനെയാണ് സാധാരണ? സംസാരിക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കും, ടൈപ്പിംഗ് അവൻ ഇംഗ്ലീഷ് ആണല്ലോ. അതെ, അതുകൊണ്ട് പിന്നെ ഓക്കെ മച്ചാ, താങ്ക്സ്, താങ്ക് യു, അടുത്ത വർഷം കാണാം.